ഹായ് ഫ്രണ്ട്സ്, PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 മെയ് 11 നടന്ന LSGI സെക്രട്ടറി, അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ, അസിസ്റ്റന്റ് മാനേജർ എന്നീ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് പരീക്ഷയുടെ മലയാളം വിഭാഗം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ റീച്ച് ആവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ ശരിയായ എന്നുള്ളത് വരച്ചിട്ടേക്കുക. ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ വിദ്യുത് ശക്തി എന്നുള്ളത് പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങളൊരു ബുക്കിലേക്ക് ഇത് എഴുതി വെക്കുക. ശരിക്കും വിദ്യുത് ശക്തി എന്ന് എഴുതുന്നത് ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ട് എഴുതുന്ന രീതി. വിദ്യുത് ശക്തി എന്നാണ് എഴുതുന്നത്, വിദ്യുത് ശക്തി എന്ന്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കിയത് നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 92ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും നോക്കുക, ശരിയായ വാക്യം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് അല്ലെ. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, അതേപോലെ 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള ഭൂമി. ഇത് വായിക്കുമ്പോൾ നമുക്ക് എല്ലാ സാമ്യം തോന്നും അല്ലെ. ഇതിൽ ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് ശരിക്കും ഓപ്ഷൻ സി ആണ്. അതായത് 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി എന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ, ശരിയായ പ്രയോഗം എന്ന് പറയുന്നത്. അടുത്തൊരെണ്ണം നോക്കുക, ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതെന്നാണ് അല്ലെ. എനിക്ക് തലവേദനയുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് തലവേദനയുണ്ടെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അതാണ് ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന നോക്കുക. ഐ ആം സഫറിങ് ഫോർ ഹെഡ് ഏക്ക്, ഐ ആം സഫറിങ് ബൈ ഹെഡ് ഏക്ക്, ഐ ആം സഫറിങ് ടു ദ ഹെഡ് ഏക്ക്, ഐ ആം സഫറിങ് ഫ്രം ദ ഹെഡ് ഏക്ക്. ഇപ്പൊ കൃത്യമായിട്ട് ഈ ഒരു പ്രയോഗം അല്ലെ, സഫറിങ്ങിന്റെ കൂടെ സഫറിങ് ഫ്രം എന്നാണ് ആക്ച്വലി അത് വരുന്നത്. ഐ ആം സഫറിങ് ഫ്രം അല്ലെ. ആ ഒരു പ്രയോഗം കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ കൂടിയും കൃത്യമായിട്ട് പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് അല്ലെ, സ്കൂൾ ലെവലിലാണെങ്കിലും പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് വായിക്കുമ്പം ഇതിൽ ശരിയായിട്ടുള്ള അയാൾക്ക് ക്ലിക്ക് ചെയ്യും അല്ലെ. അതൊരു നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കൃത്യമായിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങളെ സ്കൂൾ ലെവലിലെ വായിച്ചു വെച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇംഗ്ലീഷ് വായനയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അറിയാം ഐ ആം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക് എന്നാണ് ആ പ്രയോഗം വരുന്നതെന്ന്. സഫറിങ് ഫ്രം എന്നുള്ളതാണ് ആ പ്രയോഗം എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അറിയാനുള്ള ആഗ്രഹം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അറിയാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്ത് വിളിക്കും? ജിജ്ഞാസ എന്നാണ് അറിയപ്പെടുന്നത്. സ്കൂൾ ലെവലിൽ നമ്മൾ പഠിക്കാറുള്ളതാണ് അല്ലെ, അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. ഈ ഒരു അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ അല്ലെ, അതേപോലെ ധൃതിക്ഷു, പിപാസ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അടുത്ത 95ാമത്തെ ചോദ്യം നോക്കുക, പക്ഷിക്കൂട് അല്ലെ. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പക്ഷിക്കൂട് എന്ന പദത്തിന് തുല്യമായിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? അഖം അല്ലെ. അഖം പറയുന്നു, നീടം ഉണ്ട്, കന്തളമുണ്ട്, നിടിലമുണ്ട്. പക്ഷെ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് നീടം ആണ്. അതായത് പക്ഷിക്കൂട് എന്നതിന്റെ പര്യായം എന്ന് പറയുന്നത് നീടം ആണ്. നീടം എന്ന് പറഞ്ഞാൽ അത് പക്ഷിക്കൂട് തന്നെയാണ് അല്ലെ. അടുത്തൊരു വാക്ക് നോക്കി, ഇതൊക്കെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ, നമ്മൾ സ്ഥിരം കാണുന്നതാണ്. വാക് പ്ലസ് വാദം. എന്താണ് വാക് പ്ലസ് വാദം? വാഗ്വാദം എന്നാണ് അല്ലെ. ആ വാഗ്വാദം പല രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വാക് പ്ലസ് വാദം വാഗ്വാദം എന്നാണ് എഴുതുന്നതെന്ന് അറിയാം. അപ്പൊ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അമരം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിക്കുന്നത്. അമരം അല്ലെ. അമരത്ത് എന്ന് കേൾക്കുമ്പോൾ അറിയാം അതിന്റെ ഓപ്പോസിറ്റ് അണിയത്താണ്. അമരത്തും അണിയത്തും അല്ലെ. അപ്പൊ അമരം അണിയം അല്ലെ, അമരം അണിയം എന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അമരം അതിന്റെ ഓപ്പോസിറ്റ് അണിയം എന്നുള്ളതാണ്. അടുത്തൊരെണ്ണം നോക്കുക, അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ. ശരിക്കും ഇവ താഴെ കൊടുത്തിട്ടുള്ളതിലെ പഴഞ്ചൊല്ല് കണ്ടുപിടിക്കാനാണ്. പഴഞ്ചൊല്ല് പലർക്കും പ്രശ്നമാണ്. പഴഞ്ചൊല്ല് എന്താണ്, ശൈലി എന്താണ്, കടങ്കഥ എന്താണെന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പലർക്കും അല്ലെ. പഴഞ്ചൊല്ലും കടങ്കഥയും ശൈലിയും തമ്മിൽ ഇപ്പോഴും പലർക്കും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ പഴഞ്ചൊല്ല് ഏതാണെന്നാണ്. ആ ഒരു തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് PSCക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചേർത്തിട്ടുള്ളത്. നോക്കുക, ആദ്യത്തേത് നോക്കുക, അധികമായാൽ അമൃതും വിഷം, ഞെട്ടില്ല വട്ടയില, ഭഗീരഥ പ്രയത്നം, മനസാവാച കർമ്മണ. ഇങ്ങനെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് പഴഞ്ചൊല്ല് എന്നുള്ളതാണ് അല്ലെ. ഇത് അറിയാൻ ഈ പഴഞ്ചൊല്ലും ശൈലിയും അതേപോലെ കടങ്കഥയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഞെട്ടില്ല വട്ടയില അല്ലെ. ഇതെന്താണ്? ഇതൊരു കടങ്കഥയാണ്. ഞെട്ടില്ല വട്ടയില എന്ന് പറഞ്ഞാൽ ഇത് പപ്പടത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. അതിപ്പോ ഇതൊരു കടങ്കഥയാണ് അല്ലെ, കടങ്കഥയാണ്.
പിന്നെന്താ ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ കഠിന പ്രയത്നം എന്നുള്ളതാണ്. മനസ്സാ വാച കർമ്മണ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടോ അല്ലെ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അറിഞ്ഞില്ല എന്നുള്ള തരത്തിലാണ്. ശരിക്കും ഇവിടുത്തെ പഴഞ്ചൊല്ലെന്ന് പറയുന്നത് അധികമായാൽ അമൃതും വിഷം എന്നുള്ളതാണ് ഇവിടുത്തെ പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനിയാണെങ്കിൽ നിങ്ങളിത് ശൈലികൾ പഴഞ്ചൊല്ലുകൾ അത് പഠിക്കുമ്പോൾ ഇത്തരത്തിൽ വേർതിരിച്ചറിയാൻ കൂടി വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റിൽ പഠിക്കുക. അടുത്തത് 99 ശരിയുത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. താവഴിയെ നമ്മൾ ഏത് രീതിയിൽ പറയും എന്നുള്ളതാണ്. താ പ്ലസ് വഴി എന്ന് പറയുവോ, അതോ താവ് പ്ലസ് വഴി എന്ന് പറയുവോ, അതോ തായ് പ്ലസ് വഴി എന്ന് പറയുവോ, അതോ താ പ്ലസ് അഴി എന്ന് പറയുവോ? നമുക്ക് താവഴി എന്ന് പറയുമ്പോഴേ അറിയാം അമ്മ വഴിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അമ്മ വഴിയുള്ള എന്തു ആയിക്കോട്ടെ അതാണ് തായ് എന്നാണ് അമ്മയെ പറയുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ തായ് വഴി അതാണ് താവഴി എന്ന് പറയുന്നത് അല്ലെ, തായ് വഴി താവഴി. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പെങ്ങൾ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ്? ചില സാധാരണ ചോദിക്കുന്നത് പെങ്ങൾ പിരിച്ചെഴുതാനാണ്. അപ്പൊ ഇവിടെ നോക്കുക, എന്തായാലും നോക്കുക പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്നാണ്. നമുക്കറിയാം അതൊരു സ്ത്രീലിംഗം ഇതായിട്ട് വരുന്നതാണ് അല്ലെ, പെങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഒന്നുണ്ടോ ഒന്നിൽ കൂടുതലാണോ നമ്മൾ പെങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ബഹുവചനം കൊടുത്തിരിക്കുന്നു, ഏകവചനം കൊടുത്തിരിക്കുന്നു, ദ്വിവചനം കൊടുത്തിരിക്കുന്നു, അനേകവചനം കൊടുത്തിരിക്കുന്നു. ആക്ച്വലി പെങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളാണ് ഉള്ളത്. അതുകൊണ്ട് എന്താണ് വരുന്നത്, ഏകവചനം തന്നെയാണ് വരുന്നത്. പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊരു കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇത്രയുമാണ് ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് ആവശ്യം. ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ വീഡിയോ റീച്ച് ആവും. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.